Hey guys, welcome to a beautiful day in my life. സമയം ഒരു 6 മണി ആവുന്നതേ ഉള്ളൂ. ഇന്നെന്തോ ഞാൻ ഞെട്ടി എഴുന്നേറ്റ് പോയതാണ്. സാധാരണ ഈ സമയത്തൊന്നും ഞാൻ കണ്ണു പോലും തുറക്കാറില്ല. ആൻഡ് സർപ്രൈസിംഗ്ലി ഈ ഒരു വെതർ വാസ് സോ ഗുഡ്. ആൻഡ് എൻ്റെ റൂമിൻ്റെ ഒരു ഡാർക്ക്നെസ്സും ആ ഒരു മെസ്സിനെസ്സും എന്നെ ഇനിയും കിടന്നുറങ്ങാൻ വേണ്ടി വല്ലാതെ ടെംപ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അധികം നേരം റൂമിലിരിക്കാതെ നേരെ ബാൽക്കണി ചെന്നിരുന്നു കുറച്ചുകൂടെ പുറത്തോട്ട് നോക്കിയിരുന്നു. അല്ലെങ്കിൽ ഞാൻ പിന്നെയും കിടന്നുറങ്ങുന്നത് എനിക്കറിയാം. ഞാൻ വീണ്ടും പോയി കിടന്നുറങ്ങാനുള്ള സാധ്യത വളരെ അധികമായതുകൊണ്ട് തന്നെ ഞാൻ വേഗം പോയി കുളിക്കാന്ന് കരുതി. ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. വീട്ടിൽ തന്നെയുള്ളൊരു ദിവസമാണ്. ഇങ്ങനെ വീട്ടിലുള്ള ദിവസങ്ങളിൽ നേരത്തെ എഴുന്നേൽക്കുന്നത് എനിക്ക് ഒട്ടും പതിവില്ലാത്ത കാര്യമാണ്. ആൻഡ് ഇങ്ങനെ എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും അനിയത്തി സ്കൂളിൽ പോകാനൊക്കെയുള്ള തിരക്കിൽ ഓടുന്നൊക്കെ കാണാൻ നല്ല രസമാണ്. എന്തായാലും ഇന്ന് വീട്ടിലുള്ളവരെ ഒന്ന് ഞെട്ടിച്ചേക്കാന്ന് തന്നെ ഞാൻ പ്ലാൻ ചെയ്തു. പെട്ടെന്ന് പോയി കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. തലേ ദിവസം രാത്രി ഞാൻ ഹെയർ ഒന്ന് നന്നായിട്ട് ഓയിൽ ചെയ്ത് വെച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. സംഭവം ഒരു ദിവസം മൊത്തം രാത്രി കിടന്നുറങ്ങുമ്പോൾ തലയിൽ എണ്ണ വെക്കാം, നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ, എന്നിട്ട് ഷാമ്പൂ ഇടാന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. അമ്മ എന്നെ എപ്പോഴും ചീത്ത പറയുന്ന കാര്യമാണ് ഈ രാത്രി തലയിൽ എണ്ണ തേച്ച് കിടക്കരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, ഞാൻ അങ്ങനെ ചെയ്യും. എപ്പോഴേലൊക്കെ വളരെ റെയർ ആയിട്ട് കേട്ടോ. എന്തായാലും രാവിലെ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ഷാമ്പൂ ഒക്കെ ഇട്ട് നല്ലൊരു കുളി വാസാക്കി. അമ്മ അനിയത്തിയും കാണാതെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വന്നപ്പം അവരാണെങ്കിൽ സമ്മതിക്കുന്നില്ല. ഈ കുടുംബത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു ക്യാമറ ഷൈ അല്ലാത്തത്. ബാക്കി എല്ലാവരും ക്യാമറ കണ്ട ഭയങ്കര നാണം. ഞാൻ എന്റെ നേരത്തെ ഞാൻ എന്റെ നേരെ പിടിച്ചത് കഷ്ടത്. എന്താണ് കിട്ടി. അമ്മ ഇതെന്താ ഇത്? എന്തായാലും ആ ഒരു ശ്രമം അമ്മ മുളയിലെ നുള്ളിക്കളഞ്ഞു. അനിയത്തി ഇതാ സ്കൂളിൽ പോകാൻ വേണ്ടി ബാഗൊക്കെ ഇട്ട് റെഡിയായി ഇറങ്ങാണ്. അച്ഛൻ്റെ കൂടെ ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ വണ്ടി കയറി അവൾ അച്ഛൻ ബസ് സ്റ്റോപ്പ് തട്ടി കൊടുക്കും. സാധാരണ ഈ ദൃശ്യങ്ങളൊന്നും ഞാൻ കാണാറ് പോലുമില്ല. ബിക്കോസ് ഇപ്പോഴൊക്കെ ഞാൻ നല്ല കൂർക്കം വരച്ച് കിടന്നുറങ്ങുന്ന സമയമാണ്. പണ്ട് ഞാൻ ഇതുപോലെയായിരുന്നു സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെ വീടിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് അത്യാവശ്യം നടക്കാനുണ്ട്. അപ്പം അച്ഛനിങ്ങനെ ഫ്രീ സർവീസായിട്ട് സ്കൂട്ടറായിട്ട് വരുമ്പോൾ ഞാൻ ഇതുപോലെ കയറി പോകാറായിരുന്നു. ആൻഡ് അമ്മേനെ കിട്ടി. അമ്മ കണ്ടിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാൻ നൈസിൽ അങ്ങ് അമ്മേനെ വീഡിയോ എടുത്തു. യൂട്യൂബ് എടുക്കുന്ന പറഞ്ഞാൽ എന്നെ കൊണ്ട് യൂട്യൂബ് എടുപ്പിച്ച ആളതേ ഈ ഇരിക്കുന്ന ആളാണ്. മിത്തു മിത്തു ഏതേ പിന്നെ ഏട്ടനാ കരയുന്നത്? മിത്തു അയ്യോ. ഇനി എന്തായാലും ബെഡൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് റൂമൊക്കെ ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം കുറച്ച് പണികളൂടെ തീർക്കാനുണ്ട്. അതിനിരിക്കാന്ന് വിചാരിച്ചു. ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വീട്ടിലെത്തിയാൽ മതിയെന്ന. ഇപ്പോൾ ദേ വീട്ടിൽ നിന്ന് ശരിക്കും ഇൻറ്റേൺഷിപ്പിന് പോകേണ്ട സമയത്ത് ഹെൽത്ത് ഇഷ്യൂസ് കാരണം വീട്ടിൽ നിന്ന് മടുത്തു. ഇനി എങ്ങനെയെങ്കിലും ഒന്ന് ക്ലാസ്സൊക്കെ തുടങ്ങി തിരിച്ചു പോയാൽ മതിയേ എന്നുള്ളൊരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് ഞാൻ. ഒരുവിധം വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. ഒരു 1.5 മാസത്തിലധികം വീട്ടിൽ നിൽക്കേണ്ടി വരുമ്പോൾ നമുക്ക് അയ്യോ എനിക്ക് മതിയായേന്ന് തോന്നും. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, ചിലരുടെ കാര്യമാണ്. എന്തായാലും ഞാൻ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു പോകാൻ വേണ്ടി ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് മടുത്തു. ഞാനിത് പറയുമ്പോൾ ഇവിടെ എല്ലാവർക്കും ദേഷ്യം. എന്നോട് ഇപ്പം തന്നെ ഇറങ്ങി പൊക്കോന്ന് പറയും. പക്ഷെ ഇപ്പം തന്നെ ഇറങ്ങി പോയാൽ ശരിയാവില്ലല്ലോ. എനിക്ക് ക്ലാസ് തുടങ്ങാതെ എങ്ങനെയാണ് പോകാൻ പറ്റുക? അങ്ങനെ റൂമിൽ എൻ്റെ ബെഡൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം ഞാൻ ചെയ്യുന്ന എൻ്റെ വർക്ക് ചെയ്യാനിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.